ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു AM വേൾഡ്. AM വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതാ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇങ്ങനെ വന്നേക്കാണ് കേട്ടോ. വലിയ രീതിയിലുള്ള പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിൽ സ്റ്റാർട്ടിങ് ലെവലിൽ തുടങ്ങിയതാണ്. കുറച്ച് ചീരയും വഴുതനയും പച്ചമുളകും മല്ലിച്ചപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിലുള്ളൊരു പച്ചക്കറി കൃഷി എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചീര വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ചീര വിളവെടുത്തുകൊണ്ടിരിക്കുകയാണേ. ഇത് നമ്മളിങ്ങനെ ചീര മുറിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചെടുക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ തണ്ടിൻ്റെ മുകളിൽ വീണ്ടും മുള വന്നോളും. അതായത് നമുക്ക് കിട്ടിയ വിത്ത് എല്ലാം ഒന്നും മുളച്ചില്ല, നേരെ പകുതി പോലും മുളച്ചില്ല. ഒക്കെ കേടുപോലെയായിട്ട് പോയായിരുന്നു വിത്തൊക്കെ, പകുതി മാത്രമേ മുളച്ചുള്ളൂ. അതും ഹൈബ്രിഡ് ചുവന്ന ചീര എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പം ഒരുമാതിരി ചുവപ്പും അല്ല പച്ചയല്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കേട്ടോ ചീരയുള്ളത്. തണ്ടിനൊക്കെ നല്ല റോസ് കളറുണ്ട്, ഇല നല്ല പച്ച കളറിലും. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നായിരുന്നു കേട്ടോ. ഹൈബ്രിഡ് വിത്ത് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ നട്ട് വളർത്തിയത് കൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മളങ്ങനെ നമ്മുടെ ചീരയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ മുറിച്ചെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. അതിൽ രണ്ടെണ്ണത്തിന് മാത്രം കുറച്ചൊരു വലിപ്പം കൂടുതലുണ്ട്, അതാണ് കേട്ടോ ഫസ്റ്റ് മുളച്ചത്. അങ്ങനെ ഇതാ നമ്മൾ ചീര കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഇതെല്ലാം കുനുകുന എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. ഈ ഒരു ഗ്യാപ്പിൽ ഓടിപ്പോയിട്ട് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് നമ്മൾ അതിനകത്തേക്ക് ഒരു കുഞ്ഞു സവാളയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ് കഴുകി കൊണ്ടുവന്ന് ചേർക്കുകയാണേ. കട്ട് ചെയ്ത് ചേർക്കുവാണ്, അല്ലാതെ മുഴുവനോടെ അല്ല കേട്ടോ, കട്ട് ചെയ്ത് ചേർക്കുവാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 4-5 വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷോട്ട് എടുക്കാൻ ഞാൻ വിട്ടുപോയി. ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒരു 4 പച്ചമുളകും കൂടെ കീറിയിട്ട് നമ്മൾ ഇത് തിരുമ്മി കൂട്ടാൻ വേണ്ടി പോവുകയാണേ. പച്ചമുളക് ചേർത്ത് എന്താണ് 4 ചേർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവില്ലാത്തതുകൊണ്ടാണ്. ഈ ഒരു മുളകിന് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ 4 ചേർത്തത്. ഇല്ലെങ്കിൽ 2-3 ചേർത്താൽ മതി. അപ്പോൾ ഇതാ നമ്മൾ ഇങ്ങനെ തിരുമ്മി കൂട്ടി ഒക്കെ യോജിപ്പിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും എരിവും എല്ലാവരുടെയും പിടിക്കും. ഫൈനലി നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചു. ഇനി ഗ്യാസ് കത്തിച്ചു, ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി കടുകിട്ട് കൊടുക്കുകയാണേ. ആവശ്യമുള്ള കടുകൊക്കെ ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. എൻ്റെ കിച്ചൺ കണ്ടിട്ട് ആരും ഇങ്ങനെ നോക്കണ്ട കേട്ടോ. എന്താ പറയുക, ഞങ്ങളുടെ വീടിൻ്റെ പണിയൊന്നും മൊത്തമായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ മൊത്തമായിട്ട് കഴിയുമ്പം നല്ല ഭംഗി ഉണ്ടാവും. പെയിൻ്റൊക്കെ അടിച്ച് ഇതൊക്കെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം എന്താ പറയുക, അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. കടം വാങ്ങിച്ചിട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ കയ്യിൽ ക്യാഷൊക്കെ വരുമ്പം പതുക്കെ ചെയ്യാമല്ലോ. അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി ചീര തട്ടിക്കൊടുത്തു. ഗ്യാസിനെ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എപ്പോഴുള്ളതാണ് എനിക്കിത് ശീലം. ഞാൻ നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കും, എന്നിട്ട് അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം നോക്കിയും കണ്ടും സിമ്മാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചീരയൊക്കെ ഇതാ ഏകദേശം എന്താ പറയുക ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ തേങ്ങ ഒന്ന് തിരുവി എടുക്കാം കേട്ടോ, അതായത് ചിരണ്ടി എടുക്കാം. തേങ്ങയ്ക്ക് ചിരണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു നടുവിലൊരു ചെറിയ കുഴി ഉണ്ടാക്കി നമുക്ക് അതിനകത്തേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. അപ്പോഴത്തേന് ആവിയൊക്കെ കയറി തേങ്ങയൊക്കെ ഒന്ന്
പാകമായിട്ട് കിട്ടും. തേങ്ങയുടെ സത്തും സ്വാദും ഒക്കെ ചീരയിലേക്ക് ഇറങ്ങി വരും. കണ്ടോ, ഇപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ പച്ച ചീര വറവ്. ചുവന്ന ചീര കൃഷി ചെയ്ത് എനിക്ക് പച്ച ചീര കിട്ടി. കണ്ടോ, ടേസ്റ്റൊക്കെ നോക്കി. അപ്പോൾ ഉപ്പും ഇതൊക്കെ കറക്റ്റാണ്. ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫാക്കി വയ്ക്കാം. അങ്ങനെ ഇതാ നമ്മൾ ഫൈനലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. മുട്ട ഓംപ്ലേറ്റ്, സമ്മന്തി, നല്ല തേങ്ങാ സമ്മന്തി, നമ്മുടെ ചീരത്തോരൻ, പിന്നെ അടിപൊളി മോരുകറി. കേട്ടോ, നമ്മുടെ അടിപൊളി മോരുകറി റെഡിയാണ്. ഇനി ഒന്നും നോക്കാനില്ല, കുഴച്ചടിയാണ്. ആർക്ക് എന്ത് തോന്നിയാലും ഒരു പ്രശ്നവുമില്ല. ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ആദ്യം കുറച്ച് മോരുകറി ഒഴിച്ചു, സമ്മന്തി എടുത്തു വെച്ചു, ചീര എടുത്തു വെച്ചു, എന്നിട്ട് കുഴച്ചു. എന്താ പറയുക, ഒന്നും പറയാനില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടല്ല, സൂപ്പർ ടേസ്റ്റാണ്. ഞാനിങ്ങനെ മുഴുവൻ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. മുഴുവൻ കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യം, ഒരു കഷ്ണം മുട്ടയും കൂടി എടുത്തിട്ട് കഴിക്കാൻ പോവാണ്. കുറച്ച് സമ്മന്തിയും ചീരത്തോരനും അതിൻ്റെ ഒന്നിച്ച് മുട്ട ഓംപ്ലേറ്റും ഒക്കെ വെച്ചിട്ട് കഴിച്ചു. എൻ്റെ പൊന്നോ, വേറെ ലെവല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഞാനിത് മുഴുവൻ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കി എന്തും. വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.